റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ എക്സ്ക്ലൂസീവ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പനയ്ക്ക്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത 5 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. യുവതികളുടെ പരാതിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിക്കെതിരെ കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനിയായ സാന്ദ്ര സദാനന്ദന്റെ പരാതിയോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പന നടത്തുന്നതായാണ് പരാതി. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പന നടത്തുന്നതാണ് രീതി. സംഭവത്തിൽ ഇരകളായിട്ടുള്ളത് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിനി നിതിൻ മോഹൻദാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയത്തിലുള്ളവരുമാണ്. എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, തെറ്റ് പറ്റിപ്പോയി ചേച്ചി, കാല് പിടിച്ച് മാപ്പ് എന്ന് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു. അവരുടെ അമ്മയും എല്ലാരും വിളിച്ച് കാല് പിടിച്ച് കരച്ചിലായിരുന്നു. നമ്മൾ തെളിവ് സഹിതം ഇവന്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് ഇവൻ ഇത് അഡ്മിറ്റ് ചെയ്ത് ഇവന്റെ ഫോണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യിപ്പിച്ചു. ഫോട്ടോ വിൽപ്പനയ്ക്ക് പുറമെ എക്സ്ചേഞ്ചിങ്ങും നടക്കുന്നതായി ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിനു പുറമെ യുവാവ് പെൺകുട്ടികൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ലൈംഗിക ചുവയോടെയുള്ള സന്ദേശങ്ങൾ അയക്കുകയും ഫോട്ടോകളും ദൃശ്യങ്ങളും പങ്കുവെക്കുകയും ചെയ്തതായി യുവതികൾ പറയുന്നു. എന്റെ അടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ആ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പേഴ്സണലി ആ കുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ താനൂർ പരപ്പനങ്ങാടി പോലീസ് കേസെടുത്തു. പ്രതിയായിട്ടുള്ള നിതിൻ മോഹൻദാസിന്റെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ കൂടുതൽ പെൺകുട്ടികൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.